ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഈ ഒരു ന്യൂസ് എത്ര ആൾക്കാർ കണ്ടു? അതായത് മൂന്നാറിലുള്ളൊരു ഗവൺമെൻറ് കോളേജിൽ ഒരു അധ്യാപകന് വെയിറ്റ് ചെയ്യേണ്ടാവുന്നത് 11 കൊല്ലമാണ് നീതി കിട്ടാൻ വേണ്ടി. ആൾക്കെതിരുണ്ടായിരുന്ന കേസ് വ്യാജ പീഡന പരാതി. അതും എന്താണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പീഡന പരാതി വരാനുള്ള കാരണം കോപ്പി അടിച്ചത് പിടിച്ചതിലുള്ള വൈരാഗ്യം കാരണമാണ് അങ്ങനെ ഒരു വ്യാജ പീഡന പരാതി കൊടുത്തത്. ഓക്കെ, അങ്ങനെ ആ ഒരു പീഡന പരാതി കൊടുത്തു. അതിൻ്റെ പേരിൽ അധ്യാപകന് തിരിച്ച് കേസ് കൊടുത്തു. കാരണം അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ആളെന്ത് ചെയ്തു, തിരിച്ച് കേസ് കൊടുത്തു. അങ്ങനെ 11 കൊല്ലം ആൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു. ഓക്കെ, വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കോടതി ആളെ കുറ്റവിമുക്തനാക്കിയത്. അപ്പം എനിക്കറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വെറുതെ വ്യാജ പീഡന പരാതി കൊടുക്കണത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അപ്പോൾ വ്യാജ പീഡന പരാതിയാണ് കൊടുക്കുക, പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു നിയമം സംവിധാനം മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. കാരണം ഇങ്ങനൊരു പീഡന പരാതി വരുന്ന സമയത്ത് ആ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പെണ്ണിൻ്റെയും ആരാണോ പീഡിപ്പിച്ചു എന്ന് ആ പെൺകുട്ടി പറയുന്നത് അയാളുടെയും ഒരു നുണപരിശോധന നടത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് നടത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അതല്ലാതെ ഇങ്ങനെ ആണുങ്ങൾ കൊല്ലങ്ങളോളം നീതി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, പെണ്ണുങ്ങൾ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായൊരു കാര്യമില്ല. ഇപ്പം നമുക്ക് റീസെൻ്റായിട്ട് നമ്മൾ എത്ര ന്യൂസ് കണ്ടു. ഒരു സ്കൂളിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലി ഒരു പെൺകുട്ടി ഗർഭിണിയായി. അപ്പോൾ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ പേരിലാണ് കേസ് കൊണ്ടിട്ടത്. അയാൾ ഒരു 5-6 മാസം ജയിലിൽ കിടന്നു. വേറെ ഒന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നടൻ മുകേഷിനെതിരെയൊക്കെ പീഡന പരാതി കൊടുത്ത മിനു മുനീർ എന്ന് പറഞ്ഞ ആള്. മൂപ്പത്തിക്ക് ഭർത്താവ് ന്യൂസിലാൻഡിൽ പണിയെടുക്കുന്നുണ്ട്, മകൾ UK-യിലാണ്, ഇതിൻ്റെ അവിടുന്ന് ഇവിടുന്ന് പൈസ ഇട്ടിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പം ആള് ചെയ്തത് ഇപ്പം ആളെ തമിഴ്നാട് പോലീസ് പിടിച്ചു. എന്തിനാന്ന് വെച്ചാൽ ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി എൻ്റെ പേരിൽ. ഓക്കെ, അപ്പോൾ പെണ്ണുങ്ങൾ സുഖമായിട്ട് ജീവിക്കുക, ആണുങ്ങൾ നീതി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരിക്കലും ഒരു ശരിയായ കാര്യമേ അല്ല. ഇതേപോലെ എത്ര കേസുകളുണ്ട് നാട്ടിൽ. ഇപ്പം നമുക്ക് ഡെയിലി ഓരോ ഇതിൽ വ്യാജ പീഡന പരാതി വരുന്നുണ്ട്. സുപ്രീം കോടതി ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായത് ഇന്ത്യയിൽ വരുന്നതിൽ 60% വ്യാജ പീഡന പരാതികളാണെന്നുള്ളത്. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്ന കാര്യമാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റയിലുള്ള അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.